ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കെനിക്സ്. അപ്പൊ നാളെയാണ് നമ്മൾ ഈ വർഷം വീണ്ടും ഒരു നീറ്റ് എക്സാം കൂടി എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി വെറും 24 മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വരുത്താൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ സെന്റർ നമ്മൾ ഫിസിക്കലി പോയി ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് എവിടെയാണ് നമ്മുടെ സെന്റർ, എങ്ങനെ ഏത് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നെല്ലാം ഉറപ്പുവരുത്തി ആ സെന്ററിന് അടുത്ത് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു റൂം എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മക്കൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ ആവും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷെ അത് ചിലപ്പോൾ അക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ട്രാഫിക് അല്ലെങ്കിൽ മറ്റ് വെതർ കണ്ടീഷൻസ് ഒക്കെ മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അത്തരം കണ്ടീഷൻസ് എല്ലാം നമ്മുടെ എന്ത് ചെയ്യും, ജേർണി അഫക്റ്റ് ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെന്ററിന് അടുത്തൊരു ലൊക്കേഷനിൽ ഒരു റൂം എടുത്ത് താമസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം കൃത്യമായൊരു ഡ്രസ് കോഡ് ഉണ്ട് അല്ലെ. നമുക്കറിയാം എന്താണ്, ലൈറ്റ് കളർ ഡ്രസ് ഇടുക, ഹാഫ് സ്ലീവ് ഇടുക, അതുപോലെ തന്നെ ഓപ്പൺ സാൻഡിൽസ് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് ഇട്ട് പോവാം. ഓക്കെ, ഹാഫ് സ്ലീവിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ഇളവുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, then അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റഡ് കോപ്പി, നിങ്ങളുടെ വാലിഡ് ഒറിജിനൽ ID കാർഡ്, അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ കരുതിയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ പേഴ്സ്, ജ്വല്ലറി, മെറ്റാലിക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. അപ്പൊ അതെല്ലാം വീട്ടിൽ വെച്ച് തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ദെൻ യെസ്, കൃത്യമായിട്ട് നമ്മുടെ ഗേറ്റ് 1:30 ക്ലോസ് ചെയ്യും എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ 1:30 1 മിനിറ്റ് അല്ലേ 2 മിനിറ്റ് അല്ലേ എന്ന് കരുതി എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും നിങ്ങളെ അഡ്മിറ്റ് ചെയ്യില്ല. സോ 1:30 എന്ന ടൈമിലേക്ക് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോവാ. ഓക്കെ, അതുപോലെ തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് റിലീജിയസ് ഡ്രസ്സുകൾ ഇടണം അല്ലെങ്കിൽ ഫുൾ സ്ലീവുകളൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ തന്നെ എത്തുക. ഒരു തറോ ഫ്രിസ്കിങ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ എക്സാം സെന്ററിൽ എത്തുന്ന രൂപത്തിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാം. ദെൻ ഇനി നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗറിന്റെ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കരുതാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, ബനാന പോലുള്ള ഫ്രൂട്ട്സുകളും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടെ കരുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഈ ഒരു മാസത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകളും റിവിഷൻസും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലെ. അപ്പോ ഇന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നല്ല ഒരു ഉറക്കം, ഓക്കെ, കൃത്യമായിട്ട് ഒരു 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നാളെ രാവിലെ എണീച്ച് കുളിച്ച് എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മസാലയൊക്കെ ഉള്ള അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വളരെ ലൈറ്റ് ആയിട്ട് വയറിന് ലൈക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അപ്പൊ നമ്മുടെ ആ 3 മണിക്കൂർ 3.25 മണിക്കൂറാണ് ഇപ്രാവശ്യം ഉള്ളത്. 5:15 വരെയാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പൊ ഈ 5:15 വരെ ഈ ഒരു 3.25 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ് കൂടെ അത്രയും ഓക്കെ ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ മക്കള് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. യെസ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരിക്കലും എന്ത് ചെയ്യരുത്, പുതിയ ടോപ്പിക് എടുക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചോളാം, ടെക്സ്റ്റ് ബുക്ക് തുറക്കേ വേണ്ട. പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി പഠിക്കേ വേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു മാസം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ഫ്രീക്വന്റ് ആയിട്ടുള്ള സില്ലി മിസ്റ്റേക്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സില്ലി മിസ്റ്റേക്കുകളൊക്കെ എന്തായിരുന്നു, എപ്പോഴാണ് അത്തരം മിസ്റ്റേക്സ് ഒക്കെ ഞാൻ വരുത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ വളരെ ക്വിക്കായിട്ട് ഫോർമുല ഷീറ്റ്സ്, ഓക്കെ, സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ഫോർമുല ഷീറ്റ്സ് നമ്മൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ എല്ലാം ഫോർമുല ഷീറ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ട് വേണം പോവാൻ. യെസ്, അപ്പോ എന്താണ് നിങ്ങൾ ഇത്രയും കാലം വളരെ ആത്മാർത്ഥതയോടെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ പ്രിപ്പറേഷനിൽ 100% എന്ത് ചെയ്യുക, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാളെ എക്സാം സെന്ററിലേക്ക് കയറാം. ഓക്കെ, നാളെ എക്സാം സെന്ററിലേക്ക് കയറാം. നാളെ 5:15 ബെല്ലടിക്കുന്നത് വരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റാങ്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.